കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നിർണായക കോൺക്ലേവിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സമയം രാവിലെ 10-ന്, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ജോവാനി ബാത്തിസ്താരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എല്ലാ കർദിനാൾമാരും പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന നടക്കും. പ്രാദേശിക സമയം വൈകുന്നേരം 4:30-ന്, അതായത് ഇന്ത്യൻ സമയം രാത്രി 8-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനയോടെ കോൺക്ലേവ് ഔദ്യോഗികമായി തുടങ്ങും. തുടർന്ന് ആദ്യ വോട്ടെടുപ്പ് വൈകുന്നേരം 5:30-ന്, അതായത് ഇന്ത്യൻ സമയം രാത്രി 9-ന് നടക്കും. 10:30-യോടെ ഫലമറിയാനാകും. ഫോൺ ഉൾപ്പെടെ എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വിസ് ഗാർഡുകളുടെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചതിനു ശേഷം ദേഹപരിശോധനയ്ക്ക് ശേഷമാണ് അവർ കോൺക്ലേവിനായി ചാപ്പലിൽ പ്രവേശിക്കുക. ഇതോടെ ഡീൻ ചാപ്പലിന്റെ വാതിലടയ്ക്കും. സിസ്റ്റൈൻ ചാപ്പലിൽ പ്രവേശിക്കുന്ന കർദിനാൾമാർ അവിടെയുള്ള അൾത്താരയുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രഹസ്യ സ്വഭാവം കർശനമായി കാത്തുസൂക്ഷിക്കുമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യും. ആർക്കെങ്കിലും ഒരാൾക്ക് 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് തുടരും. ആദ്യ ദിവസമായ ഇന്ന് വൈകുന്നേരം ഒരു റൗണ്ട് മാത്രമേ വോട്ടെടുപ്പ് ഉണ്ടാകുകയുള്ളൂ. നാളെ രാവിലെ 9-ന് വോട്ടിംഗ് പുനരാരംഭിക്കും. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ കർദിനാൾമാർക്ക് പുറംലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല.